നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന USS എക്സാമിന് സോഷ്യൽ സയൻസിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സൂചനകളിൽ നിന്നും ഏതുതരം കൃഷിരീതിയാണെന്ന് കണ്ടെത്തുക. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ കൃഷിരീതി, ദീർഘകാല വരുമാനം, താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവ്. അപ്പോൾ ഈ 3 പോയിന്റ്സും വരുന്നത് ഏത് തരം കൃഷിരീതിക്കാണ്? ആൻസർ തോട്ടവിള കൃഷിരീതി. ഏതാണ്? തോട്ടവിള കൃഷിരീതി. തോട്ടവിള കൃഷിരീതിയിൽ വരുന്നത് ഏതൊക്കെ കൃഷികളാണ്? റബ്ബർ, തേയില, കാപ്പി, കൊക്കോ, ഇതൊക്കെ തോട്ടവിള കൃഷിരീതിയിൽ വരുന്ന വിളകളാണ്. പരുത്തി കൃഷി ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തുണി വ്യവസായം ആണല്ലോ. തുണി വ്യവസായവുമായിട്ടാണ് പരുത്തി കൃഷി ബന്ധപ്പെട്ടിരിക്കുന്നത്. മതനിരപേക്ഷത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന. അപ്പോൾ മതനിരപേക്ഷത എന്ന ഒരു വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന എന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഈ ആശയങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ സ്വീകരിച്ചിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ആൻസർ എന്താണ്? ഫ്രാൻസ്. ഫ്രാൻസിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ 3 വാക്കുകൾ നമ്മുടെ ഭരണഘടന കടം കൊണ്ടിട്ടുള്ളത്. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, അഭിപ്രായ സ്വാതന്ത്ര്യം ഏത് ഭരണഘടനാ വകുപ്പിലാണ് ഉൾപ്പെടുന്നത്? ഏത് ഭരണഘടനാ വകുപ്പിലാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ഉൾപ്പെടുന്നത്? ആൻസർ ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 19 അല്ലെങ്കിൽ വകുപ്പ് 19 നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19 എന്തുൾപ്പെടുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യം. അടുത്തത്, വിളകളെയും അവയുടെ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളെയും തമ്മിൽ ചേരുംപടി ചേർക്കുക. അപ്പോൾ ഇവിടെ 3 വിളകളാണ്, ഗോതമ്പ്, പരുത്തി, നെല്ല്. ഇത് തെറ്റായിട്ടാണ് ചേർത്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഗോതമ്പിൻ്റെ ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? പരുത്തി ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? നെല്ലുൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണെന്ന് കറക്റ്റായിട്ട് ചേരുംപടി ചേർത്ത് എഴുതുക. പരുത്തി ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ്. ഗോതമ്പ് ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനം ഉത്തർപ്രദേശാണ്. നെല്ലുൽപാദനത്തിൽ 1-ാം സ്ഥാനം വെസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ പശ്ചിമ ബംഗാളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1951 ഏത് പട്ടികയാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 1951 1-ാം ഭരണഘടനാ ഭേദഗതിയാണ് നടന്നത്. ആ 1-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഏതോ ഒരു പട്ടിക നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. എത്രാമത്തെ പട്ടികയാണ് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ആൻസർ 9-ാം പട്ടിക. അപ്പോൾ നമ്മുടെ ഭരണഘടനയിലെ 1-ാം ഭരണഘടനാ ഭേദഗതി നടന്നത് ഏത് വർഷമാണ്? 1951. ഈ 1-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തത് എത്രാമത്തെ പട്ടികയാണ്? 9-ാം പട്ടിക. നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര പട്ടികകൾ ഉണ്ടായിരുന്നു? 8 പട്ടികകളാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണ് കേട്ടോ ഈ പോയിന്റ്സ് എല്ലാം, ഓർത്ത് വച്ചേക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയോളൂ, ഫെഡറൽ സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? എന്താണ് ഫെഡറൽ സിസ്റ്റം എന്ന ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം. കേന്ദ്രത്തിന് കുറച്ച് അധികാരങ്ങൾ, സംസ്ഥാനത്തിന് കുറച്ച് അധികാരങ്ങൾ. അതായത് മൊത്തത്തിലുള്ള അധികാരങ്ങളെ കേന്ദ്രത്തിന് ഉള്ളത് സംസ്ഥാനത്തിനുള്ളത് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ ഫെഡറൽ സിസ്റ്റം അല്ലെങ്കിൽ ഫെഡറൽ വ്യവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഫെഡറൽ സംവിധാനം എന്നൊക്കെ ആ ഒരു വേർഡ്, ഫെഡറൽ എന്ന് പറയുന്ന ആ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യമാണ്. ഏതാണ്? കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം. നമ്മുടെ ഭരണഘടനയിൽ വ്യക്തി സ്വാതന്ത്ര്യം പ്രതിപാദിക്കുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? ഏതാണ്? അതായത് ജാതി, മതം, വർഗം അങ്ങനെയുള്ള ഒരു കാര്യത്തിലും വ്യക്തികളെ വേർതിരിച്ച് കാണാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 21 നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 വ്യക്തി വിവേചനം പാടില്ല എന്ന് പ്രതിപാദിക്കുന്നത്. ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയത് എത്രാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആമുഖത്തിൽ, നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയത്? 42-ാം ഭേദഗതി. ഏതാണ്? 42-ാം ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയത്. ഇത് ഏത് വർഷമായിരുന്നു? ഈ 42-ാം ഭേദഗതി നടന്നത് ഏത് വർഷമായിരുന്നു? 1976. 1976. 1970 വരെ ആലോചിച്ച് വെച്ചിരുന്നാൽ 42-ാം ഭേദഗതിയിലെ 4 രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ എത്ര കിട്ടും?
4 + 2 എത്രയാണ് 6. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 1976 എന്ന് പറയുന്ന ആ ഇയർ ആലോചിച്ച് വച്ചിരുന്നാലും മതി കേട്ടോ. അടുത്തത് GSTയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി എത്രാമത്തേതാണ്? ഏതാണ്? 101 ഭേദഗതിയാണ്. GSTയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി 101 ഭേദഗതി. അടുത്തത് ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ധവള വിപ്ലവം അല്ലേ? പാലുൽപാദനത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തമായതുമായി ബന്ധപ്പെട്ടതാണ് ധവള വിപ്ലവം. അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത് ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ്. മൗലികാവകാശങ്ങൾ നമ്മുടെ ഭരണഘടനയിലെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഭാഗം 3. ഭാഗം 3 അല്ലെങ്കിൽ പാർട്ട് 3 മൗലികാവകാശങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. DPSP നമ്മുടെ ഭരണഘടനയിലെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? എന്താണ് DPSP എന്ന് പറഞ്ഞാൽ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റേറ്റ് പോളിസി അല്ലേ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ. അപ്പോൾ DPSP എന്നോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റേറ്റ് പോളിസി എന്നോ മാർഗനിർദ്ദേശക തത്വങ്ങളെന്നോ ഈ 3 ഏതെങ്കിലും ഒന്ന് അല്ലേ ചോദിക്കുകയാണ്. ഭരണഘടനയിലെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ? ഇതെല്ലാം ഒന്നാണ് കേട്ടോ. DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റേറ്റ് പോളിസി, പിന്നെ മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇത് ഭരണഘടനയിലെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 4 പാർട്ട് 4 കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയത് നമ്മുടെ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 21A. ആർട്ടിക്കിൾ 21A പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലികാവകാശമായി നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ആ ഭേദഗതി ഏതാണ്? എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത്? അത് 86 ഭേദഗതിയിലൂടെ. പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി 2012 നിലവിൽ വന്ന നിയമം ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു നിയമം. പോക്സോ നിയമമാണ് കേട്ടോ. പെൺകുട്ടികളെ മാത്രമല്ല ആൺകുട്ടികൾക്കും ലൈംഗിക അതിക്രമങ്ങളൊക്കെ ഉണ്ടായാൽ അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് നമുക്ക് പോക്സോ ആക്ട് ഉപയോഗിക്കാം. പക്ഷേ ഈ പറയുന്ന പെൺകുട്ടി ആയാലും ആൺകുട്ടി ആയാലും അവർ 18 വയസ്സിന് താഴെയുള്ളവരായിരിക്കണം. അപ്പോൾ 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വേണ്ടി 2012 നിലവിൽ വന്ന ഒരു നിയമമാണ് പോക്സോ നിയമം എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 44 ഭേദഗതിയിലൂടെ ഒഴിവാക്കപ്പെട്ട മൗലിക അവകാശം ഏതാണ്? സ്വത്തവകാശമാണ് കേട്ടോ. 44 ഭേദഗതിയിലൂടെ ഒഴിവാക്കപ്പെട്ടത് സ്വത്തവകാശം ആദ്യം മൗലികാവകാശമായിരുന്നു. എന്നാൽ ഇപ്പോഴോ? ഇപ്പോൾ സ്വത്തവകാശം എന്ന് പറയുന്നത് മൗലികാവകാശമല്ല, അത് നിയമപരമായിട്ടുള്ള ഒരവകാശമാണ്. അപ്പോൾ ഈ 44 ഭേദഗതി നടന്നത് ഏത് വർഷം? 1978 44 ഭേദഗതി നടന്നത് കേട്ടോ. അപ്പോൾ അതിലൂടെ ഒഴിവാക്കപ്പെട്ടത് സ്വത്തവകാശം. അപ്പോൾ ഇതേ പാറ്റേണിൽ നമ്മൾ മറ്റ് സബ്ജക്റ്റും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല വീഡിയോസ് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്